സമുദായ അംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന നേതാക്കളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, കാരണവന്മാരെ, സഹോദരിമാരെ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ നയനിലപാടുകൾ സുവ്യക്തമാണ്. പിറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ രാജപാത ധന്യമാണ്. കഴിഞ്ഞകാല ഗതകാല രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ പറയുമ്പോൾ തിരുത്താനായിട്ട് എന്തെങ്കിലും അബദ്ധം നമ്മൾ പോകുന്ന റൂട്ട് ക്ലിയറാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. എല്ലാവരും ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ജനാധിപത്യ മാർഗത്തിൽ നിന്ന് നട്ടം തിരിഞ്ഞ് കളിക്കുന്ന ലീഗിന് ദുന്യാവിനോടാണ് സ്നേഹം. ഉഖറവി ചിന്ത വേണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം വിട്ടേച്ചു പോകണമെന്നും പാണക്കാട്ടെ തങ്ങന്മാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായതുകൊണ്ട് ഖാദി പദവിയിൽ നിന്ന് വരെ അവരെ മാറ്റാൻ മഹല്ലത്തുകളിൽ വരെ ഗൂഢാലോചനകൾ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നത് മുസ്ലിം ലീഗിൻ്റെ നാശമായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ നല്ല നല്ല പേരിട്ടുകൊണ്ടാണ് ഈ സാധുക്കളൊക്കെ ആദ്യം ഇറങ്ങിയത്. ബദറും മുഹദും ഖന്തക്കും അതുപോലുള്ള യുദ്ധചരിത്രങ്ങളും അസ്ഹാബുൽ ബദരീങ്ങളൊക്കെ പറഞ്ഞവർ പിന്നെ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനൊക്കെ ആയി മാറി താനെ മാളത്തിലേക്ക് ഉൾവലിഞ്ഞു. പിന്നീട് അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ അന്നും ഇന്നും എന്നും നമ്മൾ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ്. ആലോചിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ലീഗിന് തിരുത്തേണ്ടുന്ന ഒരവസ്ഥ ഒന്നും ഭവിക്കാതിരിക്കാൻ കാരണം. മറ്റുള്ളവരങ്ങനെയല്ല. അന്നത്തരിക്ക് അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആളെ കൂട്ടാൻ വേണ്ടി ഒരു നയം രൂപീകരിക്കുക, നാളെ അതിൻ്റെ അബദ്ധം പാർട്ടി കോൺഗ്രസ് ചേർന്നിട്ട് വിളിച്ചു പറയുക. കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തത് ശരിയായിരുന്നില്ല, ഞങ്ങൾ ചെയ്തത് ചരിത്രപരമായ മണ്ടത്തരമായിരുന്നു, മണ്ടത്തരം കൊണ്ട് ചരിത്രം രചിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ ചാരിത്രം നഷ്ടപ്പെട്ട ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു അവരൊക്കെ. എന്നാൽ നമ്മളങ്ങനെയല്ല. ഞാൻ ഓർക്കുകയാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രൂശിച്ചത് എന്നായിരുന്നു ബാബരി മസ്ജിദ് വിഷയത്തിലാണ്. ഇന്നും കോൺഗ്രസിനെ തള്ളിപ്പറയാത്ത ഏക മുസ്ലിം പേരുള്ള പാർട്ടി മുസ്ലിം ലീഗാണ് എന്നാണ് ബാബരി മസ്ജിദ് പതന സമയത്ത് സഖാവ് നായനാർ മുസ്ലിം ലീഗിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതേപോലെ അബ്ദുൽ നാസർ മഅദനി പുതിയ സംഘടന രൂപീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ സംഘടിപ്പിച്ച് പറഞ്ഞത് ഇവർക്ക് പള്ളി സ്നേഹമില്ല എന്നാണ്. തിരൂരിലെ കുഞ്ഞു ഹാജിയുടെ മരണ ദിവസം ഒരു ഡിസംബർ 7 ഞാൻ ഓർക്കുകയാണ്, വന്യരായ പാണക്കാട്ടെ തങ്ങൾ കോട്ടക്കൽ ചങ്കുവട്ടിയിൽ വെച്ച് ISSൻ്റെ പ്രവർത്തകന്മാർ തടയപ്പെടുകയുണ്ടായി. അതിന് കാരണം എന്തായിരുന്നു? ഹർത്താലായിരുന്നു. നിങ്ങൾക്ക് പള്ളി സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചിരുന്നത് ആരോടാ? ഇവർ ദിനേന 100 കണക്കിന് പള്ളികൾക്ക് തറക്കല്ലിടുകയും തറക്കല്ലിട്ട പള്ളികൾക്ക് ഉദ്ഘാടന ദിവസം ഇമാമായി നിസ്കരിക്കുകയും ചെയ്തിരുന്ന കേരള മുസൽമാൻ്റെ കിരീടം വെക്കാത്ത സുൽത്താനോടായിരുന്നു ചോദ്യം. അന്നും നമ്മൾ ഈ കാര്യങ്ങൾ ബോധ്യമായി മനസ്സിലാക്കി. അവരും ബാബരി മസ്ജിദ് വിഷയം ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചത്. INL-കാരൻ മറ്റൊരു പാർട്ടി രൂപീകരിച്ചു പോയി. അവരന്ന് പോകുമ്പോൾ പറഞ്ഞത് ഒരിക്കലും കുട്ടിയും പിടിക്കുന്ന കൊടി ഞങ്ങൾ പിടിക്കൂല. പക്ഷെ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ അഹമ്മദ് പിടിക്കണ കൊടി എന്നെ PM സലാമിൻ്റെയും കൈ കൊടുത്തിട്ട് പരീക്ഷട നന്നായി പറഞ്ഞിട്ട് ഈ പച്ചക്കൊടി അഹമ്മദ്, അതും മുസ്ലിമായ എന്നെ പോലുള്ള ആളല്ല, ഞങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ പറയുന്നത് ഈശടാന്ന് കേട്ടോ. അവിടെയാ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്ത നന്മകൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് പിറകോട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അന്ന് ഞങ്ങളെ ക്രൂശിച്ച ആളുകളൊക്കെ വന്യരായ പാണക്കാട് തങ്ങളുടെ വഫാത്തിൻ്റെ ദിവസം ആ കാര്യവും തിരുത്തി. ഏറ്റവും കൂടുതൽ നമ്മെ ഇവരൊക്കെ വിമർശിച്ചത് ബാബരി മസ്ജിദ് വിഷയം വെച്ചായിരുന്നു. ആ വിഷയം പറഞ്ഞിരുന്ന ആളുകൾ വന്യരായ തങ്ങളെ പറ്റി അനുശോചന യോഗത്തിൽ ഓരോന്ന് പറയുമ്പോൾ അതിന് കൂടെ ഉരുളക്കുപ്പേരി എന്നോണം ചേർത്തി പറഞ്ഞത് ബാബരി മസ്ജിദ് വിഷയത്തിൽ പാണക്കാട്ടെ തങ്ങളും മുസ്ലിം ലീഗും എടുത്ത നിലപാടാണ് ഇന്നും കേരളത്തെ മറ്റൊരു UP ആക്കാതെ പോയതും മറ്റു പ്രദേശങ്ങൾ കത്തിയെരിഞ്ഞപ്പോൾ